Now we learn about the context sensitive grammar. So we have already learned about the context free grammar. So now the next one is the context sensitive grammar. So context sensitive grammറും context free grammറും നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അത് തമ്മിൽ. For example, if you are seeing the context free grammar, these are uh, the context sensitive grammars are much more in general than the context sensitive grammar. ഇത് കുറേ കൂടി in general ആണ് നമ്മൾ context free grammar നോക്കുമ്പോൾ, which means what I mean to say is that some languages that can be defined or described using the context sensitive grammar cannot be defined using the context free grammar. Okay, ചില ലാംഗ്വേജസ് നമുക്ക് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണമെന്നില്ല. So that is why I say that context sensitive grammars are much more in general compared to the context free grammar. Okay, നമ്മൾ ചോംസ്കി ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും കുറേ കൂടി ജനറൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ. അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ. ഓക്കെ, സോ അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലാംഗ്വേജസ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ യൂസ് ചെയ്തിട്ട്. അതിനേക്കാട്ടിലും അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതാണ് ഈ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ, അതിൻ്റെ മേളിൽ നിൽക്കുന്നതാണ് ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഓക്കെ, ഇപ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ദ ടൈപ്പ് 1 ഗ്രാമർ. ഓക്കെ, and that is of the form alpha gives beta, where length of the alpha should always be less than or equal to beta. These are some of the points that you should know. Okay, alphയുടെ ലെങ്ത്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ലെങ്ത് എപ്പോഴും ഒന്നില്ലെങ്കിൽ ചെറുതാവാം അല്ലെങ്കിൽ ഈക്വൽ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആവാം. ഇറ്റ് ക്യാൻ നെവർ ബി മോർ ദാൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. So that is one point that you should note. And where alpha comma beta can be a combination or can be a union of variables and terminals. Okay, this is one example I've written here. S produces ASAC, CA produces AC, BA produces BB. Okay, these are some of the examples that I've shown here. That of the context sensitive grammar. In context sensitive grammar, it can never give a null production. Okay, if A produces null ennulla production ഒരിക്കലും ഇതിൽ വരാൻ പറ്റില്ല. It does not read the null production. ഇനി അഥവാ null production വരികയാണെങ്കിൽ തന്നെ we need to eliminate it. നമ്മൾ ചോംസ്കി നോർമൽ ഫോമിലൊക്കെ പഠിച്ചില്ലേ എലിമിനേഷൻ, അങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് വരണം where it does not have any null productions in it. So that is all about the context sensitive grammar. Okay, ഈ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജസ് ആർ ലാംഗ്വേജസ് ദാറ്റ് ആർ ക്രിയേറ്റഡ് from or which is an abstracted from the context sensitive grammar. So now I will tell you in detail about the context sensitive languages. So before that, please make a note of this. Now let's see what a context sensitive language is. As I told you earlier, context sensitive grammar എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എന്താ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിന് നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തു അതല്ലേ. അതേപോലെ തന്നെ എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ഓട്ടോമാറ്റയാണ് ക്രിയേറ്റ് ചെയ്തത്, പുഷ് ഡൗൺ ഓട്ടോമാറ്റ ക്രിയേറ്റ് ചെയ്തു അല്ലേ. മുമ്പ് പഠിച്ചത് എന്തായിരുന്നു, റെഗുലർ ഗ്രാമറിന് റെഗുലർ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തു, അത് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓട്ടോമാറ്റ എന്തായിരുന്നു, ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആയിരുന്നു അല്ലേ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിന് നമ്മൾ PDA ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിനാണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് വർക്ക് ചെയ്യുന്ന ഓട്ടോമാറ്റയാണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. അത് വളരെ ഓർ ആക്സെപ്റ്റഡ് ബൈ എ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. ഇതിൽ നിന്ന് ക്രിയേറ്റഡ് ആവുന്ന ഓട്ടോമാറ്റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, so linear bounded automata is an automata or a machine that is created using the context sensitive language that is being created by the context sensitive grammar. Okay, so so
this is a few points that I want to tell you about the context sensitive language. ഇനി ഇത് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക അതൊക്കെ ഞാൻ പറയാം. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ യു ഷുഡ് റൈറ്റ് അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ആൻഡ് ദെൻ കം ടു ദിസ് പോയിന്റ്. ആ ഗ്രാമർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓട്ടോമേറ്റയാണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. Okay, now I will tell you what a linear bounded automata is. So all these are connected. Okay, ഇനി ഞാൻ പറയാം ഈ linear bounded automata എന്താണെന്നുള്ളത്. Okay, just make a note of this. So the linear bounded automata ഞാൻ പറഞ്ഞു, linear bounded automata എന്ന് പറഞ്ഞാൽ എന്താണ്? It is a mathematical model of the context sensitive languages. Okay, context sensitive languageന്റെ ഒരു mathematical model ആണ് നമ്മൾ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്യൂറിംഗ് മെഷീൻ പോലെ തന്നെയാണ്, ബട്ട് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മെമ്മറി. നമ്മൾ ട്യൂറിംഗ് മെഷീനിൽ എന്താണ് ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് മെമ്മറിയാണ് കാണിച്ചത് അല്ലേ. ഫൈനൈറ്റ് ടേപ്പ് ആയിരുന്നു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര ഇൻപുട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. ബട്ട് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ അങ്ങനെയല്ല. ദാറ്റ് ഹാസ് ഗോട്ട് ഓൺലി എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് മെമ്മറി. ഓക്കെ, ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് മെമ്മറിയേ ഉള്ളൂ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റയിൽ. ആൻഡ് ദാറ്റ് ടു ഇതിനെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്, ഇൻപുട്ട് മാർക്ക് ചെയ്യാനായിട്ട് വി ഹാവ് എ ലെഫ്റ്റ് ഹാൻഡ് മാർക്കർ ആൻഡ് എ റൈറ്റ് ഹാൻഡ് മാർക്കർ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് മാർക്കർ ഉണ്ട്, റൈറ്റ് ഹാൻഡ് മാർക്കർ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ആൻഡ് അതിനപ്പുറത്തേക്കൊക്കെ ബ്ലാങ്ക് സിമ്പിൾസ് ആണ്, അതായത് ഒന്നുമില്ല, ബ്ലാങ്ക് സിമ്പിളാണ് ഇപ്പുറത്തേക്ക് കിടക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് മാർക്കർ ഉണ്ട്, റൈറ്റ് ഹാൻഡ് മാർക്കർ ഉണ്ട്, ആൻഡ് യുവർ input stays in between that. Okay, so as I told you, it has got a read and write header which moves to the left and right end of the marker. Okay, ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു റീഡ് ആൻഡ് റൈറ്റ് ഹെഡ് ഉണ്ട്, ഒരു ഫൈനൈറ്റ് കൺട്രോൾ ഉണ്ട്, FC ഫൈനൈറ്റ് കൺട്രോൾ ഉണ്ട്. ഈ റീഡ് ഹെഡ് റൈറ്ററിന്ന് ഇതിൻ്റെ ഈ റീഡ് ഹെഡ് റൈറ്റർ ഒന്നില്ലെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് മാർക്കർ വരെ ആൻഡ് ടിൽ ദ റൈറ്റ് ഹാൻഡ് മാർക്കർ, ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മാത്രമേ ഈ റീഡ് ആൻഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുള്ളൂ. അതിനപ്പുറത്തേക്ക്, ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് അത് പോവില്ല. ഓക്കെ, സോ ഹിയർ ആർ ദി 8 ടപ്പിൾസ് ദാറ്റ് ഇറ്റ് ഹാസ് ഗോട്ട്. ക്യൂ അറിയാം, ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. സിഗ്മ ഇൻപുട്ട് ആൽഫബറ്റ്. ഡെൽറ്റ ഇസ് ദ ട്രാൻസിഷൻ ഫംഗ്ഷൻ. Q0 ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ടേപ്പ് സിമ്പിൾ, ടൗ എന്ന് പറഞ്ഞാൽ ടേപ്പ് സിമ്പിൾ. And this is the left hand marker, the right hand marker, and A is the accepting state. Okay, so the left hand and the right hand marks the end of the input. Okay, അതിൻ്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നതിൻ്റെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ആ രണ്ട് പുതിയ സിമ്പിൾസ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ദ ലെഫ്റ്റ് ഹാൻഡ് മാർക്കർ ആൻഡ് ദ റൈറ്റ് ഹാൻഡ് മാർക്കർ. Okay, so it is basically a non-deterministic Turing machine ആണ്. Okay, with a finite number of memory cells. Okay, and yeah, so that is all about അതിൻ്റെ ട്രാൻസിഷൻസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്യൂറിംഗ് മെഷീൻ തന്നെയാണ്. പക്ഷെ ട്യൂറിംഗ് മെഷീനിൽ നമുക്ക് എമൗണ്ട് ഓഫ് മെമ്മറി, അതിൽ യൂസ് ചെയ്യുന്ന മെമ്മറി അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന എന്താണ് അതിൻ്റെ ടേപ്പ് is limited. ഓക്കെ, അതിൻ്റെ ടേപ്പ് ലിമിറ്റഡ് ആണ്. ട്യൂറിംഗ് മെഷീനും LBM തമ്മിൽ അത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും അതിൻ്റെ ട്രാൻസിഷൻ എല്ലാം ഹാപ്പൻസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ട്യൂറിംഗ് മെഷീൻ. ദി ഓൺലി തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മെമ്മറി. ഓക്കെ, ആൻഡ് ഓൺലി എ ഫൈനൈറ്റ് പാർട്ട് ഓഫ് ദ ടേപ്പ് ഇസ് യൂസ്ഡ് ആസ് എ വർക്കിംഗ് സ്പേസ്. ഓക്കെ, ഒരു ഫൈനൈറ്റ്, ആ ടേപ്പിൻ്റെ ഒരു ഫൈനൈറ്റ് പാർട്ട് മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ബ്ലാങ്ക് സിമ്പിളൊക്കെയാണ് കിടക്കുന്നത്. ഓക്കെ, so that is about the linear bounded automata. I will get in detail to it in the next session. So this is just an introduction to the context sensitive grammars, context sensitive language, and the linear bounded automata. I will get in detail to it in the next session.